ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു യൂണിഫോം ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. നമ്മളിവിടെ തുണി നിവർത്തിയിട്ടേക്കുവാണ്. ഇതിൻ്റെ വീതി വശം, ഇതിൻ്റെ നീളവശമാണ്. ആദ്യം നമ്മൾ ഈ വീതി വശത്തേക്ക് രണ്ടായിട്ട് ഇങ്ങനെയൊന്ന് മടക്കിയിട്ടതിന് ശേഷം പിന്നീട് നീളവശത്തേക്ക് നമ്മൾ മടക്കിയിട്ട് എടുക്കുകയാണ് തുണി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ തുണി വീതി വശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും രണ്ടായിട്ട് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നീളവശത്തേക്ക് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുകയാണ്. ഇപ്പം മടക്ക് വശം നമ്മുടെ നേർക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമാണ് വരുന്നത്. ഇവിടെ 4 പീസായിട്ടാണ് വരുന്നത്. 1 2 3 4. ഇതിവിടെ ഫ്രണ്ടിലേക്കുള്ള പീസാണിത്. പിന്നീട് ഇത് ബാക്കിലേക്കുള്ള പീസ്. ഇത് ഫ്രണ്ടിലേക്കുള്ളതും ഇത് ബാക്കിലേക്കുള്ളതും. അങ്ങനെ നമ്മളിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഓപ്പൺ സൈഡാണ് ഇട്ടേക്കുന്നത്. മടക്ക് വശം താഴെയായിട്ട് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടുന്നത് അത്രയും മാർക്ക് ചെയ്ത് ബാലൻസ് ഒറ്റ പീസായിട്ട് കിട്ടുന്നതിനായിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ നിന്നും ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാലൻസ് നമുക്ക് വരുന്ന പീസ് ഇവിടെ മടക്ക് വശമായതുകൊണ്ട് ഒറ്റ പീസായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ 2 പീസായി പോകും. അന്നേരം നമുക്ക് സ്ലീവിന് വല്ലതും യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒറ്റ പീസായിട്ട് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ മടക്ക് വശത്തു നിന്നുമല്ല ലെങ്ത് മാർക്ക് ചെയ്യുന്നത്, മുകളിൽ ഇവിടെ നിന്നുമാണ്, ഈ ഓപ്പൺ സൈഡിൻ്റെ ഇവിടെ നിന്നുമാണ് ലെങ്ത് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഏറ്റക്കുറച്ചിലുണ്ട്, അതുകൊണ്ട് നമുക്ക് ലെവലാക്കി ഒന്ന് വരച്ചെടുക്കാം. മുകൾ വശത്ത് നമ്മളിവിടെ ലെവലാക്കി ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. ഇവിടെ നിന്നും വേണം നമുക്കിനി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എനിക്കിവിടെ വേണ്ടുന്ന ലെങ്ത് 30 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് 31.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതിന് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് 1 ഇഞ്ചും അതാണ് നമ്മൾ 1.5 ഇഞ്ച് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. നമ്മൾ വരച്ച ഈ ലൈനിൻ്റെ ഇവിടെ നിന്നും ടേപ്പ് വെച്ച് 31.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇത്രയും ലെങ്താണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത്. അടുത്തയായിട്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മടക്ക് വശത്തു നിന്നും നമ്മൾ ഈ വരച്ച ലെങ്തിൻ്റെ അവിടെയായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചല്ലോ, അവിടെയായിട്ട് ഷോൾഡർ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ കറക്റ്റ് വീതി തന്നെ ഇവിടെയും കിട്ടുന്നതിനായിട്ട് ഇവിടെ നിന്നും ടേപ്പ് വെച്ച് നമുക്ക് 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പോയിൻറ്റും കൂടെ ചേർത്ത് ഒരു ലൈൻ വരച്ചെടുക്കാം. ഇനി ഈ പോയിൻ്റ് ഇങ്ങോട്ട് നീക്കി വരയ്ക്കുന്നതിനായിട്ട് 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചെടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചെസ്റ്റ് റൗണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈൻ ടോപ്പ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ച് മതി തയ്യൽ തുമ്പിനായിട്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ ആം ഹോൾ ലെങ്തിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 6 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ ഇങ്ങനെ കർവ് വരച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചാണ് വരച്ചു കൊടുക്കുന്നത്. ഈ പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം കർവ് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ടേപ്പ് ഇവിടെ നിന്നും ഈ വരച്ച ലൈൻ്റെ ഇവിടെ നിന്നും 11.5 ഇഞ്ച് ഞാനിവിടെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയായിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്
6 ഇഞ്ചാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ലൈൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഹിപ്പ് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 15.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടുത്തെ ഹിപ്പ് റൗണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത് 7.5 ഇഞ്ചാണ്. പിന്നീട് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റുകളെല്ലാം ചേർത്ത് വരച്ചെടുക്കാം. ആദ്യം വരച്ച പോയിൻറ്റുകൾ തമ്മിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ടുള്ള വിട്ടിട്ടുള്ള പോയിൻറ്റുകൾ ചേർത്ത് ഇങ്ങനെ. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ച് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം. ഈ സൈഡ് വശത്ത് നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇവിടെ നിന്നും നമ്മളിങ്ങനെ ഒരു കർവ് രീതിയിൽ ഇങ്ങനെ ഒന്ന് ചരിച്ചിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ തൂങ്ങിക്കിടക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കർവ് കൊടുത്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കുഴിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് ആം ഹോള്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്ക് പീസ് നമ്മൾ മാറ്റിയിട്ടതിന് ശേഷം ഈ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ താഴ്വശത്ത് മടക്കുവശത്ത് ആയിട്ടുള്ള പീസ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 4 മടക്കി ഇട്ടിട്ടുണ്ട് സ്ലീവിനായിട്ട്. ഇവിടെ മടക്കുവശം എൻ്റെ നേർക്ക്, ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്ലീവ് ലെങ്ത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 7 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ വരച്ച ലൈനിൻ്റെ അവിടെയായിട്ട് ഒരു 7 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് 3.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് ഈ പോയിൻറ്റും ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് നമുക്കൊരു ലൈൻ ഇങ്ങനെ ചരിച്ച് വെച്ചൊന്ന് വരച്ചെടുക്കണം. പിന്നീട് നമ്മൾ തയ്യൽ തുമ്പ് 1 ഇഞ്ചാണ് ബോഡി പാർട്ടിലെല്ലാം ഇട്ടിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് 4 ഇഞ്ച് വെളിയിലേക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ച് ഇവിടെ വന്നിട്ട് ഈ ഉള്ളിലേക്കൊന്ന് 4 ഇഞ്ച് കുഴിച്ച് ഇങ്ങോട്ട് ഈ 1 ഇഞ്ചിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ് ഓപ്പൺ റൗണ്ട് വരുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അറിയുന്നതിനായിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം.
അതിനായിട്ട് നമ്മൾ ഈ സ്ലീവിനെ ഇങ്ങനെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കണം. പിന്നീട് 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് കുഴിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് കുഴിച്ച് കട്ട് ചെയ്ത സ്ലീവ് എന്നറിയാനായിട്ട് സ്ലീവിൻ്റെ ഇവിടെയായിട്ട് ഒരു നോച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് കറക്റ്റ് 2ആയിട്ട് ഇങ്ങനെയൊന്ന് മടക്കി ഇട്ട് കൊടുക്കാം. മുകൾ വശം ലെവലാക്കി ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റ് 2ആയിട്ട് മടക്കി ഇട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെക്കിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മുകൾ വശം ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. പിന്നീട് എക്സ്ട്രാ ആയിട്ട് ഇത്രയും കൂടെ വെച്ചൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പാട് ഇപ്പുറത്തേക്കും കൂടെ കിട്ടുന്നതിനായിട്ട് ഇങ്ങനെ വെച്ചൊന്ന് കറക്റ്റായിട്ട് വെച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ പാട് നമുക്കൊന്ന് തെളിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആദ്യം ഈ പീസിൻ്റെ സൈഡ് വശം ഇങ്ങനെ മടക്കി വെച്ചൊന്ന് 1/2 ഇഞ്ച് വീതിന് മടക്കി വെച്ചൊന്ന് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നെക്ക് വരച്ച പീസിൻ്റെ സൈഡിലൂടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഇത് നല്ല വശമാണ്. ഇതിൻ്റെ ഇവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റ് ഒരുപോലെ ഈ സെൻറ്റർ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ വരച്ചതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് നല്ല പീസിൻ്റെ നല്ല വശമാണിത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വരച്ച പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ വരച്ചതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. അങ്ങനെ ഇവിടെ വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തേക്ക് 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്ത് മാറ്റാം. 1/4 ഇഞ്ച് നിർത്തിയാൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ചുറ്റിനും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഇങ്ങനെ വെച്ചൊന്ന് പതിച്ചടിച്ചെടുക്കണം. ചുറ്റിനും ഇങ്ങനെ വെച്ച് തയ്യൽ തുമ്പ് ഈ പീസിൻ്റെ നേരെ ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് ഇങ്ങനെ വെച്ചൊന്ന് പതിച്ചടിച്ചെടുക്കണം. അതിനുശേഷം ഈ പീസിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒരു 1/2 ഇഞ്ച് നീക്കി ചുറ്റിനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് വിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും 2.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയും റൗണ്ട് നെക്ക് നമ്മൾ വരച്ചെടുത്ത് ഇനി ആ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
അതിനായിട്ട് ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മളിവിടെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ലീവിൻ്റെ താഴ്വശം നമ്മൾ 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് ഒന്നുകൂടെ മടക്കി 2 സ്ലീവിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നിവർത്തിയിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗം കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് സ്ലീവിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അങ്ങനെ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മളിവിടെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൂടെ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിനായിട്ട് ഇട്ടത് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. 2 സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി, പിന്നീട് 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കി, അങ്ങനെ ചുറ്റിനും താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ യൂണിഫോം ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.